അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം അങ്ങനെ അമ്പലപ്പുഴ സീറ്റ് ഇപ്പോൾ UDF സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ലീഗിന്റെ വിമത സ്ഥാനാർത്ഥി അവിടെ നിന്നും ഇപ്പോൾ പിന്മാറി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AM നസീർക്കായാണ്. നസീർ സാഹിബ്, അപ്പോൾ ഇനി അമ്പലപ്പുഴ സീറ്റിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഒന്നാമതായി ലീഗിന്റെ വിമത സ്ഥാനാർത്ഥിയല്ല, ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടാണ് നോമിനേഷൻ കൊടുത്തത്. അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങളോട് ചെയ്തിട്ടുള്ളത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കമുള്ള നേതാക്കന്മാർ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യം ഒരു കാരണവശാലും കളങ്കപ്പെടുത്തരുതെന്ന നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ജില്ലയിൽ മറ്റെല്ലാ മേഖലകളിലും നല്ല നിലയിലാണ് ഐക്യം നിലനിർത്തി നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ കോൺഗ്രസും ലീഗും ഉഭയകക്ഷി സമ്മതപ്രകാരം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനൊരു കളങ്കം വരുത്തണ്ട എന്നുള്ളൊരു ധാരണയും തൊട്ടടുത്ത ടേമിൽ സുരക്ഷിതമായ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അസന്നിഗ്ധമായി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ചില ബ്ലോക്കുകളുടെ കാര്യത്തിൽ നീക്കുപോക്കുകൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ജില്ലയിൽ ലീഗ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ വിമതശല്യം ഉണ്ടാവാത്ത വിധത്തിൽ എല്ലാവരെയും പിൻവലിപ്പിക്കാമെന്നുള്ള വ്യക്തമായ ധാരണയുണ്ട്. അതനുസരിച്ച് ഒരു വലിയ മുന്നേറ്റം UDF തലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയിലാണ് വ്യക്തമായ ധാരണ ഇന്നലെ രാത്രി വൈകി എടുത്തത്. എന്തെല്ലാം ഉപാധികളാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ഞാനീ പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് സുരക്ഷിതമായ ഒരു സീറ്റ് ആലപ്പുഴ ജില്ലയിൽ അടുത്ത ടേമിൽ ഉണ്ടാവും. നേരത്തെ നമുക്ക് തന്നിരുന്നതാണ്. പുന്നപ്ര തന്നപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മത്സരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഒഴിവായത്. അപ്പോൾ വീണ്ടും കിട്ടണമെന്ന ന്യായമായ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു. പെട്ടെന്ന് ഞങ്ങളുമായിട്ട് കൂടിയാലോചിക്കാതെ പ്രഖ്യാപിച്ചവരുള്ളൊരു അസന്തുഷ്ടി ഞങ്ങൾ രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി അണികളുടെ ഇടയിൽ വലിയ വികാരമുണ്ട് അതിനകത്ത്. പക്ഷേ എന്ത് വികാരം ഉണ്ടായാലും പാർട്ടി ഒറ്റക്കെട്ടായി എടുക്കുന്ന തീരുമാനം അത് ശിരസാ വഹിക്കുന്ന അണികളാണ് പാർട്ടികളുള്ളത്. അതുകൊണ്ട് ജില്ലയിലാകമാനം വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തികഞ്ഞ ഐക്യത്തോടുകൂടി തന്നെ പ്രവർത്തിക്കും. ഇരു പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെട്ടിരുന്നു. KPCCയുടെ പ്രസിഡന്റും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന അടിസ്ഥാനത്തിൽ തന്ന നിർദ്ദേശത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. ഇപ്പോൾ അമ്പലപ്പുഴ മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ ഏകദേശം 100ഓളം സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. ഈ നാമനിർദ്ദേശം പിൻവലിച്ച നമ്മുടെ അൽത്താഫ് സുബൈർ അടക്കമുള്ളവർ അതിൽ പങ്കെടുത്തു. KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഞാനും ആ യോഗത്തിൽ പങ്കെടുത്ത് അത് തിരിച്ചു വരുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഒരു മുസ്ലിം ലീഗിനെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് മുസ്ലിം ലീഗ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ്, അങ്ങനെ കരഞ്ഞ് കുറേ സീറ്റ് മേടിച്ചത്. വെള്ളാപ്പള്ളി ഇപ്പോൾ നിരന്തരമായി ഇത്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി വ്യക്തി എന്ന നിലക്കല്ല, അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിരിക്കുകയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ വലിപ്പം മറ്റാരേക്കാളും നന്നായി മനസ്സിലാക്കേണ്ട അദ്ദേഹമാണ്. അത് ഉണ്ടാവാത്ത നിർഭാഗ്യമാണ്. ഇക്കാര്യത്തിൽ ഞാൻ ഒരുപാട് പറയുന്നില്ല. കാരണം ഇത് മറ്റ് ആരോ പറയിപ്പിക്കുന്നതാണ് നമുക്കറിയാം. അത് വേറൊരു ധ്രുവീകരണത്തിന് വേണ്ടിയാണ്. അത്തരം ഹീനമായ ധ്രുവീകരണത്തിന് ഒരിക്കലും മുസ്ലിം ലീഗ് വശംവദരാവാറില്ല. ഇപ്പോൾ ആലപ്പുഴയിൽ വിമത സ്ഥാനാർത്ഥികളും എല്ലാം മാറി ഒരു UDFുമായി ഐക്യം വിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ലേഷ് കാനിക്കാവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1.